നിശബ്ദമായ ഒരു മണൽത്തരിക്ക് ലോകത്തിന്റെ ഗതി മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സഹാറ, ഉഷ്ണക്കാറ്റും കത്തുന്ന സൂര്യനും ഭരിക്കുന്ന ആഫ്രിക്കയുടെ ഹൃദയഭൂമി. ജീവൻ അസാധ്യമെന്ന് നാം കരുതുന്ന ഈ മണൽ പരപ്പുകളിൽ നിന്നാണ് ഭൂമിയുടെ ശ്വാസകോശത്തിലേക്കുള്ള ജീവവാഹിനികൾ ജന്മമെടുക്കുന്നത്. ഇതൊരു വെറും മണൽക്കാറ്റല്ല, ഭൂമിയെ തുന്നിച്ചേർക്കുന്ന ഒരു അദൃശ്യ നൂലിഴയാണ്. ആഫ്രിക്കയിലെ ചാഡ് തടാകത്തിന്റെ അവശിഷ്ടമായ ബോഡേലെ ഡിപ്രഷനിൽ നിന്നാണ് ഈ അത്ഭുതയാത്ര തുടങ്ങുന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് സമുദ്രത്തിനടിയിലായിരുന്ന ഈ പ്രദേശം ഇന്ന് ഉണങ്ങിയ ധാതുക്കളുടെ കലവറയാണ്. ശക്തമായ കാറ്റ് വീശിയടിക്കുമ്പോൾ സഹാറയിലെ ഈ മണൽത്തരികൾ ആകാശത്തേക്ക് ഉയരുന്നു. പ്രതിവർഷം ഏകദേശം 182 മില്യൺ ടൺ പൊടിയാണ് ഇത്തരത്തിൽ ആഫ്രിക്കയിൽ നിന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ പറന്നുയരുന്നത്. ആയിരക്കണക്കിന് മൈലുകൾ നീളുന്ന യാത്ര. ഈ പൊടിപടലങ്ങൾ വെറുമൊരു മണ്ണല്ല, അവ ഭൂമിയുടെ വളമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ഫോസ്ഫറസ് ആണ് ഈ കഥയിലെ യഥാർത്ഥ നായകൻ. ആമസോൺ മഴക്കാടുകളിലെ മണ്ണ് അതിശക്തമായ മഴ കാരണം പോഷക ഗുണങ്ങൾ നഷ്ടപ്പെട്ടതാണ്. അവിടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഫോസ്ഫറസ് ലഭിക്കുന്നത് 3000 മൈലുകൾക്കപ്പുറം സഹാറയിൽ നിന്ന് കാറ്റിലൊഴുകിയെത്തുന്ന ഈ മണൽത്തരികളിൽ നിന്നാണ്. ഈ പൊടിപടലങ്ങൾ ആമസോണിൽ പതിക്കുമ്പോൾ കാട് പുനർജനിക്കുന്നു. ഫോസ്ഫറസ് ലഭിക്കുന്നതോടെ ആമസോണിലെ സസ്യങ്ങൾ അതിവേഗം വളരുന്നു. ഈ മരങ്ങൾ സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ നടത്തുന്ന പ്രകാശസംശ്ലേഷണം ഫോട്ടോസിന്തസിസ് വഴിയാണ് നമുക്ക് ആവശ്യമായ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഭൂമിയിലെ മൊത്തം ഓക്സിജന്റെ വലിയൊരു ശതമാനം നൽകുന്ന ആമസോണിന്റെ നിലനിൽപ്പ് ആഫ്രിക്കയിലെ ആ മണൽത്തരികളുമായി അഭേദ്യമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പ്രകൃതിയുടെ ഈ വിസ്മയം നോക്കൂ. ഒരിടത്ത് മരുഭൂമി, മറ്റൊരിടത്ത് നിബിഡ വനം. ഒന്ന് മറ്റൊന്നിനെ ജീവിക്കാൻ സഹായിക്കുന്നു. ആഫ്രിക്കയിലെ വരണ്ട മണൽത്തരികളില്ലെങ്കിൽ ആമസോൺ വനങ്ങൾ നശിച്ചു പോയേക്കാം. ആമസോൺ ഇല്ലെങ്കിൽ നമ്മുടെ ശ്വാസവായുവും. മരുഭൂമിയിലെ ഒരു മണൽത്തരി മുതൽ ആമസോണിലെ ഒരു വൻമരം വരെ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. സൃഷ്ടിപ്പിലെ ഈ അത്ഭുതകരമായ സന്തുലിതാവസ്ഥ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ തീർച്ചയായും ചിന്തിക്കുന്ന ഒരു ജനവിഭാഗത്തിന് അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ പ്രപഞ്ചം ഒരു വലിയ ചിന്തയുടെ ഫലമാണ്. നമുക്ക് ചുറ്റുമുള്ള ഓരോ മാറ്റവും ഒരു വലിയ ക്രമത്തിന്റെ ഭാഗമാണ്.